ജനങ്ങളോട് വ്യാജം പ്രവചിക്കുന്നവർ. ദൈവാത്മാവ് പറയുന്നു, അല്ലെങ്കിൽ ദൈവാത്മാവ് ഇപ്പോൾ ഇടപെടുന്നു എന്ന് പറഞ്ഞ് ദൈവാത്മാവ് ദൈവം പറയാതിരിക്കെ അവർ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവചനം പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കള്ളപ്രവാചകന്മാർ. ഇവരെ എങ്ങനെ തിരിച്ചറിയാം? പ്രാർത്ഥനയാൽ, ദൈവകൃപയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവർ പറയുന്ന ദൂതിനകത്ത് ദൈവവചന അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ആ ദൂതിന് നിങ്ങൾ ആമേൻ പറയരുത്. മനസ്സിലായോ? നിങ്ങളുടെ ആത്മീക വർധനവിന് കാരണമായി തീരാതെ ഭൗതിക വളർച്ച മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇളക്കപ്പെരുക്കത്തിന് വേണ്ടി പറയുന്ന എല്ലാ പ്രവചനത്തിനും നിങ്ങൾ ആമേൻ പറയരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, നല്ല പ്രവാചകന്മാരെ മാത്രമേ ഉണ്ടായിരിക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രവാചകനെ ഗ്രീക്കിൽ പറയുന്നത് പ്രൊഫെമി എന്നാണ്. PROPHEMI, പ്രൊഫെമി എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം മുൻകൂട്ടി പറയുക എന്നുള്ളത്. നിങ്ങളുടെ ബുക്കിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതലാണ് പ്രവാചകന്മാർ എന്ന് വിളിച്ചു തുടങ്ങിയത്. അതിനു മുൻപ് ദർശകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്നുകൂടെ പറയാം, ശമൂവേൽ പ്രവാചകന്റെ കാലം മുതലാണ് ഈ കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നവരെ പ്രവാചകൻ എന്ന് വിളിച്ചത്. അപ്പോ സ്വാഭാവികമായ ചോദ്യമുണ്ട്, അതിനു മുമ്പ് എന്താ വിളിച്ചിരുന്നത്? അതിനു മുൻപ് അവരെ വിളിച്ചിരുന്നത് ദർശകൻ എന്നായി. ദർശകൻ 1 ശമൂവേൽ പുസ്തകം 9-ാമത്തെ വാക്യം നമുക്കറിയാം. ദർശകൻ എന്നാണ് വിളിച്ചിരുന്നത്. കൃപയാൽ ഇന്ന് ദർശകന്മാരും കുറഞ്ഞു, പ്രവാചകന്മാരും കൂടി. ദർശകന്മാര് കുറഞ്ഞു, ആര് കൂടി? പ്രവാചകന്മാര് കൂടി. ഇന്ന് വാളെടുത്തവരെല്ലാം പ്രവാചകന്മാരായി. ഓക്കെ, 2 വിധത്തിലുള്ള പ്രവചനങ്ങളുണ്ട്. 2 വിധത്തിലുള്ള പ്രവചനങ്ങൾ. ഒന്ന് ഫോർത്ത് ടെല്ലിംഗ്, FORTH, ഫോർത്ത് ടെല്ലിംഗ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് വചനം അറിയിക്കുക, ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുക. അതിന് പറയുന്ന പേരാണ് ഫോർത്ത് ടെല്ലിംഗ്. ദൈവത്തിന്റെ വചനം അറിയിക്കുക, അടുത്തത് ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുക. യെശയ്യാ പുസ്തകം 8-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, യഹോവ എന്നോട് സംസാരിച്ചത് എന്ന് പറഞ്ഞവൻ ജനത്തോട് സംസാരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന് ആലോചന എടുക്കുകയും ജനത്തിന് ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് ഫോർത്ത് ടെല്ലിംഗ്. രണ്ടാമത്തെ പ്രവചനം ഫോർടെല്ലിംഗ്, FORETHLLING, ഫോർടെല്ലിംഗ്. അതിനെക്കുറിച്ച് പറയുന്നത് ഭാവിയെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനെയാണ് ഫോർടെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 2 രീതിയിലുള്ള പ്രവചനങ്ങളുണ്ട്. ദൈവത്തിന്റെ ആലോചന അറിയിക്കുക, ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുക. രണ്ടാമത്തെ പ്രവചനം ഭാവിയെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുക. ഇതാണ് 2 വിധത്തിലുള്ള പ്രവചനങ്ങൾ. ഈ 2 വിധത്തിലുള്ള പ്രവചനങ്ങളും നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച ശേഷം ജനത്തോട് ദൈവത്തിന് പകരമായി സംസാരിക്കുന്നു. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രവാചകന്മാർ കൊട്ടാരത്തിനകത്തേക്കും രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അവരൊക്കെ എവിടെ നിന്ന് ആലോചന പ്രാപിച്ചതാ? ദൈവത്തിങ്കൽ നിന്ന് ആലോചന പ്രാപിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ചിന്തിച്ചത് പ്രവാചകന്മാരെ അവർ പ്രവചിച്ച കാലഘട്ടം അനുസരിച്ച് എത്രയായിട്ട് തിരിക്കാം? 3 തിരിക്കാം. ഉണ്ടോ നോട്ടിൽ അതൊക്കെ? ഓക്കെ, പ്രവാചകന്മാരെ അവർ പ്രവചിച്ച കാലഘട്ടം അനുസരിച്ച് 3 തിരിക്കാം. 1, പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാർ, പ്രീ എക്സൈലിക് പ്രൊഫറ്റ്സ്. 2, പ്രവാസകാലത്തുള്ള പ്രവാചകന്മാർ, എക്സൈലിക് പ്രൊഫറ്റ്സ്. 3, പ്രവാസത്തിന് മുൻപുള്ള പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ, പ്രീ എക്സൈലിക് പ്രവാചകൻ. 1, പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാർ.
പ്രവാസത്തിനകത്തുള്ള പ്രവാചകന്മാർ, പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ, പോസ്റ്റ് എക്സൈലിക് പ്രൊഫറ്റ്സ്. ഇങ്ങനെ 3 വിധത്തിലുള്ള പ്രവാചകന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തേത് പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകൻ. ആരൊക്കെയായിരുന്നു പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാർ? ഓർമ്മയുണ്ടോ? ബുക്ക് നോക്കാതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തയ്യാറായിരിക്കുകയാണെന്നറിയാം. ബുക്ക് നോക്കാതെ, പലരുടെയും ക്യാമറകൾ കാണുന്നില്ല, എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. എനിവേ, തങ്കമ്മേന്റെ മുഖം കാണാം. ഓക്കെ, ഓമനേന്റെ മുഖം. ഓക്കെ, തെളിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മുഖം ഒന്ന് തെളിഞ്ഞു നിന്നിട്ട് ആ ബുക്കിലോട്ട് നോക്കാതെ എന്റെ മുഖത്ത് നോക്കി എന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയായിരുന്നു പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാർ? അപ്പൊ ക്യാമറയ്ക്ക് തൊട്ട് മുമ്പിൽ ബുക്കൊക്കെ ഇങ്ങനെ വെച്ചേക്കാം. നിങ്ങളുടെ കണ്ണാടി കൂടെ നിങ്ങളുടെ മുഖത്തെനിക്ക് കാണാം. ഓക്കെ, അപ്പോ എന്തായിരുന്നു പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാർ? ആരൊക്കെയായിരുന്നു? 9ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ. 9th സെഞ്ചുറിയിലെ ഓബദ്യ ഇല്ലേ? ഓബദ്യ പ്രവാചകൻ. അദ്ദേഹം ആരോടാണ് പ്രവചിച്ചത്? ഏദോമിനോട്. ഓർമ്മ വേണേ, BC 9ാം നൂറ്റാണ്ടിൽ മുൻപ്, പ്രവാസത്തിലേക്ക് മുൻപ് പ്രവചിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഓബദ്യ. ഈ ഓബദ്യ പ്രവാചകൻ ആർക്ക് വേണ്ടിയാണ് പ്രവചിച്ചത്? ഏദോമിന് വേണ്ടി. 2ാമത്തെ പ്രവാചകനാണ് യോവേൽ. ബുക്ക് നോക്കാതെ പറയണം, യോവേൽ. ഓക്കെ, യോവേൽ ആർക്ക് വേണ്ടിയാണ് പ്രവചിച്ചത്? യൂദയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോ 8ാം നൂറ്റാണ്ട് 9ാം നൂറ്റാണ്ടിൽ പ്രവചിച്ച 2 പ്രവാചകന്മാർ, പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച 2 പ്രവാചകന്മാർ. നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന 2 പ്രവാചകന്മാർ ഓബദ്യാവും ജോയേലും. ഈ ഓബദ്യ പ്രവചിച്ചത് ഏദോമിന് വേണ്ടിയും യോവേൽ പ്രവചിച്ചത് യഹൂദയ്ക്ക് വേണ്ടിയും, യഹൂദയ്ക്ക് വേണ്ടിയുമായിരുന്നു. 8th സെഞ്ചുറി BCയിലെ പ്രവാചകന്മാരായിരുന്നു. അടുത്ത യോന. നമുക്ക് നല്ലവണ്ണം അറിയാം, പ്രസംഗം കേട്ടിട്ടുള്ള ഭാഗമാണ്. യോന ആരോടാണ് പ്രവചിച്ചത്? നിനവയോട് പ്രവചിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള പ്രവാചകനാണ് ആമോസ്. ആമോസ് പ്രവചിച്ചത് ആരോടായിരുന്നു? ഇസ്രായേലിനോടായിരുന്നു ആമോസിന്റെ പ്രവചനം. അത് കഴിഞ്ഞ് ഹോശയ ആരോടാണ് പ്രവചിച്ചത്? ഹോശയും ഇസ്രായേലിനു വേണ്ടി പ്രവചിച്ചു. അടുത്ത പ്രവാചകനായിരുന്നു യെശയ്യാവ്. യെശയ്യാവ് ആർക്ക് വേണ്ടിയാണ് പ്രവചിച്ചത്? യഹൂദയോടാണ് കൂടുതലും പ്രവചനം നടത്തിയത്. അത് കഴിഞ്ഞ് വന്ന പ്രവാചകനാണ് മീഖ. മീഖ ആർക്ക് വേണ്ടിയാണ്? യഹൂദയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോ 8ാം നൂറ്റാണ്ടിൽ പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്നു യോന, ആമോസ്, ഹോശയ, യെശയ്യാവ്, മീഖ. ഈ പ്രവാചകന്മാരിൽ യോന നിനവയ്ക്ക് വേണ്ടിയും, ആമോസ് ഇസ്രായേലിനോടും, ഹോശയ ഇസ്രായേലിനോട്, യെശയ്യാവ് യഹൂദയോട്, മീഖ യഹൂദ, ഈ രാജ്യങ്ങളോട് അവർ കറ തീർത്ത് ദൈവത്തിങ്കിൽ നിന്ന് അരുളപ്പാടുകൾ അറിയിച്ചു. അടുത്ത 7ാം നൂറ്റാണ്ടിൽ പ്രവചിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്നു നഹൂമും ആർക്ക് വേണ്ടിയായിരുന്നു? നിനവയോടാണ് പ്രവചിച്ചത്. നഹൂം നിനവയോട് പ്രവചിച്ചു. അടുത്ത പ്രവാചകനായിരുന്നു സെഫന്യ. പ്രവാചകൻ ആർക്ക് വേണ്ടിയായിരുന്നു? യഹൂദയ്ക്ക് വേണ്ടി പ്രവചിച്ചു. അടുത്തത് ഹബക്കുക്ക് പ്രവാചകൻ. ഹബക്കുക്ക് പ്രവാചകന്റെ പ്രവചനങ്ങളിൽ നമുക്ക് ഓർമ്മയുള്ള ഒരു പ്രവചനമുണ്ടല്ലേ? എന്താണ്? ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്നുള്ള ആ പ്രവചന ശബ്ദം മുഴങ്ങി നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ഈ പ്രവചനം ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? യഹൂദയ്ക്ക് വേണ്ടിയാണ് താൻ പ്രവചിച്ചത്. അടുത്ത പ്രവാചകനാണ് ഇരമ്യ പ്രവാചകൻ. നമ്മൾ പഠിച്ചതാണ്. ഇരമ്യ പ്രവാചകൻ കണ്ണുനീരിന്റെ പ്രവാചകൻ, ലോല ഹൃദയനായ പ്രവാചകൻ, ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച പ്രവാചകൻ, ഒത്തിരി തവണ ചേറുകുഴിക്കകത്ത് കിടന്ന പ്രവാചകൻ, ഒത്തിരി കഷ്ടപ്പാടുകൾ അടികളൊക്കെ കൊണ്ട് പ്രവാചകനായിരുന്നു ആര്? ഇരമ്യ പ്രവാചകൻ. അദ്ദേഹം ആരോടാണ് പ്രവചിച്ചത്? യഹൂദയോടാണ് പ്രവചിച്ചത്. ഇത്രയും പ്രവാചകന്മാരാണ് ഏകദേശം 11 പ്രവാചകന്മാർ അല്ലെ? ഈ 11 പ്രവാചകന്മാരായിരുന്നു പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകൻ. ഈ 11 പ്രവാചകന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോ അതിനകത്തെല്ലാം പറയുന്ന ഒറ്റ ദൂതാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. പ്രവാസം വരുന്നു, കഷ്ടത വരുന്നു, സംഹാരകൻ വരുന്നു.
പോലെ പല രീതിയിൽ ദൈവത്തിൽ നിന്ന് ആലോചന പല രാഷ്ട്രങ്ങളോട് അവർ കൈമാറി, അല്ലെ? ചിലർ ഏറ്റെടുത്തു, ചിലരെന്തില്ല, മറുതലിച്ചു. പെട്ടെന്ന് ഏറ്റെടുത്ത ഒരു പട്ടണക്കാരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പ്രവാചകൻ ചെന്ന് അവിടെ കൂടെ പ്രവചിച്ച ഉടനെ അവർ ഏറ്റെടുത്ത ഒരു പ്രവാചകൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരായിരുന്നു? നിനവേക്കാരല്ലേ? ആ നിനവേക്കാർ എന്ത് ചെയ്തു? പെട്ടെന്നൊരു ഉപവാസമൊക്കെ പ്രഖ്യാപിച്ചു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ ദൂത് ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പ്രവാസകാലത്തുള്ള പ്രവാചകന്മാരാണ്. പ്രവാസകാലത്തുള്ള പ്രവാചകന്മാർ അഥവാ എക്സൈലിക് പ്രൊഫറ്റ്സ്. അത് 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരാണ്. ആരൊക്കെയായിരുന്നു? ഒന്ന് ദാനിയേൽ, അല്ലെ? ദാനിയേൽ ആരോടാണ് പ്രവചിച്ചത്? ബാബിലോണിനോടാണ്. ബാബിലോൺ രാജ്യത്തോടാണ് ദാനിയേൽ പ്രവചിച്ചത്. അടുത്തൊരു പ്രവാചകനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചത് 2 രാജ്യങ്ങളോടാണ്. ഒന്ന് ബാബേലിനോടും, രണ്ടാമത് പിന്നെ മൂന്നാമത്തുള്ളത് യിരെമ്യാവിന്റെ വിലാപങ്ങളാണ്. ആ വിലാപങ്ങളിലും കൊടുത്തിരിക്കുന്ന വാക്കുകളും ദൂതുകളെല്ലാം യഹൂദയോടായി. മനസ്സിലായോ? അടുത്ത കാറ്റഗറിയാണ് പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകൻ. മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള പ്രവാചകൻ. ബോറടിക്കുന്നുണ്ടോ? അതിനകത്ത് 15ാമത്തെ പ്രവാചകനാണ് ഹഗ്ഗായി പ്രവാചകൻ. ഹഗ്ഗായി പ്രവാചകൻ ആരോടാണ് പ്രവചിച്ചത്? യഹൂദയോടാണ് ഹഗ്ഗായി പ്രവാചകൻ പ്രവചിച്ചത്. അത് കഴിഞ്ഞ് സഖറിയ പ്രവാചകൻ, അദ്ദേഹം പ്രവചിച്ചതും യഹൂദയോടായിരുന്നു. ഇനി 5-ാം നൂറ്റാണ്ടിലെ പ്രവാചകനായിരുന്നു മലാക്കി പ്രവാചകൻ. മലാക്കിയും ആരോടാണ് പ്രവചിച്ചത്? യഹൂദയോടാണ് പ്രവചിച്ചത്. ഇത്രയാണ് പ്രവാചകന്മാരുടെ കാലഘട്ടം അനുസരിച്ച്, അല്ലെങ്കിൽ അവർ പ്രവചിച്ച കാലഘട്ടം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്രയും പ്രവാചകന്മാർ. അതിൽ മലാക്കി പ്രവാചകന് ശേഷം വേദപണ്ഡിതാക്കൾ പറയുന്നു 400 വർഷം ഒരു ഇരുണ്ട കാലഘട്ടമായി. 400 വർഷം ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന ഒരു 400 വർഷം. പ്രാർത്ഥനയോ യാഗങ്ങളോ വെളിപ്പാടുകളോ അരുളപ്പാടുകളോ ഒന്നുമില്ലാതിരുന്ന ഒരു 400 വർഷം. ആ 400 വർഷത്തെ നിശബ്ദത അവസാനിപ്പിച്ചത് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗമാണ്. എന്തായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം? സർപ്പസന്തതികളെ, അല്ലെ? ആ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോ മരുഭൂമിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു ഈ 400 വർഷത്തെ നിശബ്ദതയെ ഭേദിച്ചു കൊണ്ടുവന്ന യഹോവയുടെ ആലോചന. ഓക്കെ, അതിൽ നമ്മൾ അന്ന് ചിന്തിച്ചു തുടങ്ങിയത്, ഇന്ന് ഒരിക്കൽ കൂടെ ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകൻ ബൈബിളിന്റെ ഉള്ളിലെ ബൈബിൾ എന്നാണ് യെശയ്യാ പ്രവാചകനെ, ഈ പുസ്തകത്തെ നമ്മൾ വിളിക്കുന്നത്. ഞാന് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം എന്ന് പറയാൻ കാര്യം, ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എ പാർട്ട് ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ ഷാജി സാർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ വർഷം 99.99% നമ്മുടെ വിജയ സാധ്യത. അത് കണ്ടുകൊണ്ട് നമുക്ക് എന്ത് തോന്നി? ഒരു കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങ് പോയ ഷാജി സാർ എല്ലാ വർഷവും മൊമെന്റോ തരും, നമ്മളെ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കും, നല്ല ബിരിയാണി വാങ്ങിച്ചു തരും, അല്ലേ? 2 ലക്ഷം രൂപ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? വെറുതെ കളയും നമ്മൾ വിചാരിച്ചു എങ്കിൽ തെറ്റിപ്പോയി പരീക്ഷയെ തോക്കും. പരീക്ഷയെ തോറ്റിട്ട് മണ്ടം പരീക്ഷ എഴുതേണ്ടി വരും. ഷാജി സാർ കള്ളം പറയത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ലക്കിന്റെ രക്ഷപ്പെട്ട് പലരും. അപ്പോ മണ്ടൻ പരീക്ഷ എഴുതാൻ ഇടയാകരുത്. അപ്പൊ ചിലര് പറയുന്ന വാക്കുണ്ട്, എന്റെ സാറെ തോറ്റവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാം. ജയിച്ചവരാണ് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ടിട്ടുള്ളത്. എന്റെ പ്രിയരെ, നമുക്ക് ജയിക്കണം. ജയിക്കണ്ടേ? ജയിക്കണം. ഓക്കെ. പിന്നെ ചിലയിടത്തൊക്കെ ചിലർ സാക്ഷ്യത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ചിലർ അടിച്ചുവിടുന്ന ഡയലോഗാണ്, പരീക്ഷയിൽ ഞാൻ തോറ്റു, എനിക്ക് ഒരു കഴിവുമില്ലായിരുന്നു. വെറുതെ കേട്ടോ, അവസരം ഉണ്ടായിട്ട് മുങ്ങി മിടുക്കന്മാരായി ഇതിൽ പലരും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യരുത്? മുങ്ങരുത്. ഇതൊക്കെ ചോദ്യമാണെന്ന് മറന്നു പോകരുത്. പരീക്ഷയ്ക്കെല്ലാം നല്ലോണം എഴുതണം. ബൈബിളിനുള്ളിലെ ബൈബിൾ ഏതാണ്? യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 66 പുസ്തകങ്ങൾ. കാണാതെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി മുതൽ മലാഖി വരെ, മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെ, ഇങ്ങനെ 66 പുസ്തകങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകത്തിനും എത്ര അധ്യായങ്ങളുണ്ട്? 66 അധ്യായങ്ങൾ ഉള്ളത് കൊണ്ട് ബൈബിളിനുള്ളിലെ ബൈബിൾ എന്ന് ഈ പുസ്തകത്തെ വിളിക്കുന്നുണ്ട്. ഓക്കെ, വിശുദ്ധ വേദപുസ്തകത്തില് 66 പുസ്തകങ്ങൾ ഉള്ളപ്പോൾ യെശയ്യാവിലും 66 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ 2 കോളം തിരിച്ച് നമ്മൾ എഴുതിയത് നിങ്ങളുടെ മുൻപിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ ഉള്ളപ്പോൾ യെശയ്യാ പ്രവാചകന്റെ 1-ാം വിഭജനം 39 അധ്യായങ്ങളാണ് ഉള്ളത്. പഠന സൗകര്യത്തിനും വിശദമായ വിഷയവിഭജനത്തിനും വേണ്ടി യെശയ്യാ പ്രവാചക പുസ്തകം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ ചിന്തിക്കാം. ഇനി പഴയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് ഉള്ളത്. ഉണ്ടോ? ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാസ്റ്ററെ എന്റെ ബൈബിളിൽ അത്ര ഇല്ല. അദ്ദേഹത്തിന് ഞാൻ പിന്നെ എടുത്തു കാണിക്കേണ്ടി വന്നു. ചിലരുടെ ബൈബിളിൽ കൂടുതലാണ്, 1-2 പുസ്തകങ്ങൾ കൂടുതൽ. ഇവിടെ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുള്ളപ്പോൾ യെശയ്യാ പ്രവാചകന്റെ 2-ാം വിഭജനത്തിൽ എത്ര ബുക്കുകളുണ്ട്? എത്ര അധ്യായങ്ങളുണ്ട്? 27 അധ്യായങ്ങളുണ്ട്. ഇനി പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ പാപമാണ് മുഖ്യ വിഷയമെങ്കിൽ യെശയ്യാ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ പാപത്തെ കുറിച്ചാണ് പ്രവാചകനും സൂചിപ്പിച്ചിരിക്കുന്നത്. ബോറടിക്കുന്നുണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, രണ്ടാമത് ഉണ്ടോ? ഇല്ല, ഒരു കൈ പൊങ്ങുന്ന പോലെ തോന്നി. രണ്ടാമത്, പുതിയ നിയമം തുടങ്ങുന്നത് യോഹന്നാന്റെ ശബ്ദത്തോടു കൂടിയാണ്, യോഹന്നാന്റെ ചരിത്രത്തോടു കൂടിയാണ്. ഇനി യെശയ്യാ പ്രവാചക പുസ്തകം 2-ാം സെക്ഷൻ, 2-ാം വിഭജനം 40-ാം അധ്യായത്തിന്റെ 3-4 വാക്കിൽ കാണാൻ കഴിയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് എന്നുള്ള ശബ്ദം നമുക്ക് അവിടെ കേൾക്കാം. ഇനി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം മുതൽ 66-ാം അധ്യായം വരെ മശിഹായെ കുറിച്ചുള്ള ദൈവിക ആലോചന നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ സൃഷ്ടി എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വെളിപ്പാട് യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമാണ് പ്രവാചകനും അവിടെ പറയുന്നത്. അങ്ങനെ എന്തുകൊണ്ടും വിശുദ്ധ വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളിൽ ഏത് വിധത്തിലാണോ വിഷയങ്ങൾ അടുക്കിയിരിക്കുന്നതും ഏതൊക്കെ വിഷയങ്ങളെ കുറിച്ചാണോ പ്രവചിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് യെശയ്യാ പ്രവാചകനും തന്റെ 66 അധ്യായങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത്. ആ വിഷയങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത്. ഓക്കെ, യെശയ്യാവ് എന്ന എബ്രായ നാമത്തിന്റെ അർത്ഥം യഹോവ എന്റെ രക്ഷ എന്നാണ്. നിങ്ങളുടെ ബുക്കിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവ എന്റെ രക്ഷ. നമ്മുടെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില ചരിത്രകാരന്മാർ അവര് പറയുന്നത്, യെശയ്യാ പ്രവാചകനെ കുറിച്ച് പറയുന്നത് പ്രവാചകന്മാരിലെ രാജകുമാരൻ എന്നാണ്. പ്രവാചകന്മാരിലെ രാജകുമാരൻ. എന്തുകൊണ്ടാണ്? കാണാൻ ഗ്ലാമറുള്ളതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടായിരുന്നു? ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്തുകൊണ്ടായിരുന്നു? അത് ബുക്കിനകത്തില്ല. എന്തുകൊണ്ടായിരുന്നു? രാജകൊട്ടാരമായിട്ടും രാജാക്കന്മാരുമായിട്ടും ഇതിന് നല്ല ബന്ധമുണ്ടായിരുന്നു, അല്ലെ? ദീർഘകാലം പല രാജാക്കന്മാരുടെ കാലത്ത് അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന പ്രവാചകനായിരുന്നു ആര്?
യെശയ്യാ പ്രവാചകൻ. അതുകൊണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് പ്രവാചകന്മാരിലെ രാജകുമാരൻ എന്നാണ് പറയുന്നത്. ചിലര് വിളിക്കുന്ന പേര് മശിഹൈക പ്രവാചകൻ എന്നാണ്. മശിഹൈക പ്രവാചകൻ, യെശയ്യാവിനെ വിളിക്കുന്ന പേര് മശിഹൈക പ്രവാചകൻ. എന്തുകൊണ്ട്? മശിഹയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചിച്ച പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരാളാണ് യെശയ്യാവ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മശിഹയെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ളത്. മശിഹയുടെ ജനനം, മശിഹയുടെ കുടുംബം, മശിഹ വരുന്ന വഴി, മശിഹയുടെ ശുശ്രൂഷ, അവന്റെ മരണം, അവന്റെ അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം കൃത്യമായി പ്രവചിച്ചിരിക്കുന്ന പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ട് അദ്ദേഹത്തെ വേദപഠിതാക്കൾ വിളിക്കുന്ന പേരാണെന്ത്? മശിഹൈക പ്രവാചകൻ. ഇനി ഈ വേദപഠിതാക്കൾ തന്നെ പറയുന്ന ഒരു കോട്ടാണ്, ഒരു വാക്കാണ് അഞ്ചാമത്തെ സുവിശേഷം. യെശയ്യാ പ്രവചനത്തെ വിളിക്കുന്ന പേരാണ് ഫിഫ്ത് ഗോസ്പൽ, അഞ്ചാം സുവിശേഷം എന്ന് വിളിക്കുന്നു. ഓക്കെ, പുതിയ നിയമത്തിലെ എഴുത്തുകാർ 194 ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനം. എത്ര ഉദ്ധരണികൾ എടുത്തിട്ടുണ്ട്? 194 ഉദ്ധരണികൾ. ഈ ഉദ്ധരണി എന്ന് പറയുന്ന എന്താണ്? ഉദാഹരണം പറഞ്ഞിട്ടില്ലേ, യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ നിയമത്തിലെ എഴുത്തുകാർ 194 ഉദ്ധരണികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ യെശയ്യാ പ്രവാചകന്റെ എഴുത്തുകാരൻ ആരാണ്? 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യെശയ്യാവാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ആമോസിന്റെ മകനായ യെശയ്യാവ്, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? 1-ാം അധ്യായം 1-ാമത്തെ. യഹൂദ ചരിത്രം അനുസരിച്ച് യെശയ്യാവിന്റെ പിതാവായ ആമോസ് അമസ്യാവ് എന്ന രാജാവിന്റെ സഹോദരൻ ആയി. അപ്പൊ രാജകുടുംബമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് മറ്റേ ആ പേര് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ത്? പ്രവാചകന്മാരിലെ രാജകുമാരൻ. അപ്പോ യഹൂദയുടെ ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം, യഹൂദ ചരിത്രം അനുസരിച്ച് യെശയ്യാവിന്റെ പിതാവായ ആമോസ് അമസ്യ എന്ന രാജാവിന്റെ സഹോദരനായിരുന്നു. അടുത്തത്, യേശുവും അപ്പോസ്തലന്മാരും 21 തവണ, എത്ര തവണ? 21 തവണ യെശയ്യാവ് ഈ പുസ്തകം എഴുതി എന്ന് പറയുന്നുണ്ട്. കിട്ടിയോ? യേശുവും അപ്പോസ്തലന്മാരും 21 തവണ യെശയ്യാവ് ഈ പുസ്തകം എഴുതി എന്ന് പറയുന്നു. ഇനി 3-ാമത്തെ തെളിവ്, യഹൂദ പാരമ്പര്യം പറയുന്നത് മനശ്ശെരാജാവിന്റെ കാലത്ത് യെശയ്യാവ് രക്തസാക്ഷിയായി എന്നാണ്. അടുത്ത പോയിന്റ്, 4-ാമത്തെ തെളിവ്, ചരിത്രകാരനായ ജസ്റ്റിൻ മാർട്ടിർ പറയുന്നത് മരം കൊണ്ടുള്ള ഈർച്ചവാളിനാൽ യെശയ്യാവ് രക്തസാക്ഷിയായി എന്നാണ്. ഏകദേശം BC 642 കൃത്യമായ കണക്കുകളില്ല എങ്കിലും ജസ്റ്റിൻ മാർട്ടിർ പറയുന്നത് മരം കൊണ്ടുള്ള ഈർച്ചവാളിനാൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് രക്തസാക്ഷിയായി തീർന്നു എന്നാണ്. ഇത്രയും തെളിവുകളുടെ സാന്നിധ്യത്തിൽ നമുക്ക് പറയാൻ പറ്റും പ്രവാചകനായിരിക്കുന്ന യെശയ്യാവാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ. അപ്പോ ഒരു ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ വരാം, യെശയ്യാവെന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്നതിനെ കുറിച്ചുള്ള തെളിവുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ആരാണ്, എന്തുകൊണ്ട് യെശയ്യാവ് ആ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് അറിയപ്പെടുന്നു എന്ന് ചോദ്യം വരുമ്പോ അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല സാറേ എന്നല്ല, ഈ പോയിന്റുകൾ 1, 2, 3, 4 എന്ന് എഴുതി വെച്ച് സാറ് നേരത്തെ പറഞ്ഞ മുട്ട വാങ്ങരുത്, നല്ല മാർക്ക് മേടിക്കണം. ആ മുട്ടയ്ക്ക് ഇപ്പുറത്തൊരു 1 കൂടെ പിടിച്ച് 10 മാർക്ക് അതിനങ്ങ് വാങ്ങും.
ഓക്കെ, അടുത്തത് ഉദ്ദേശം. ഉദ്ദേശം എന്തൊക്കെയായിരുന്നു ഉദ്ദേശം? രണ്ടുദ്ദേശമാണ് പ്രധാനമായി നമ്മൾ പഠിച്ചത്. ഒന്ന്, ജനത്തിന്റെ പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ അറിയിക്കുന്നതിലൂടെ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുക എന്നതാണ് ഒരു ഉദ്ദേശം. രണ്ട്, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു നിൽക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവരെ വിടുവെക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട് എന്ന് ജനത്തിന് മനസ്സിലാക്കണം. അപ്പോ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്ന, അവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വാക്കിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ദൂത് പറയാം. നോഹയ്ക്ക് ദൈവം കൃപ കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം ഏത് സമയത്താണ് ദൈവം കൃപ കൊടുത്തത്? ഭൂമിയിൽ വഷളത്വം പെരുകി നിന്നപ്പോൾ നോഹയ്ക്ക് ദൈവം കൃപ കൊടുക്കാൻ കാര്യം, അവൻ ദൈവത്തിന് വേണ്ടി മാറി നിന്നവനാണ്. ഹാനോക്കിനോട് നമ്മൾ ചോദിച്ച ഹാനോക്ക് പറയും, ഞാൻ നടന്നത്, ഞാൻ മാറി നിന്നത് എന്റെ ദൈവത്തിന് വേണ്ടിയായി. അല്ലെ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മരണം കാണാതെ തനിക്ക് എടുക്കപ്പെടാം. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന്, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു നിൽക്കാൻ നമ്മൾ ചങ്കൂറ്റം കാണിക്കും. രണ്ട്, ദൈവത്തിന് വേണ്ടി മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. എല്ലാവരുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ആകരുത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. വെറുതെ കഥ പറയുന്നവരുടെ കൂട്ടത്തിലും വെറുതെ കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ കാണരുത്. കാരണം കർത്താവ് നമ്മളെ അതിനല്ല വിളിച്ചത്. അതുകൊണ്ട് ഈ മാറി നിൽക്കുന്നവരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി കാലമാണ് നമ്മൾ പഠിച്ചത്. കാലം. കാലം പഠിച്ചു. യെശയ്യാവിന്റെ പ്രവാചക ശുശ്രൂഷ ഏകദേശം BC 740 മുതൽ 681 വരെ ആയിരുന്നു. ഉസിയാവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയും യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തുടരുകയും ചെയ്തു. ഈ പ്രവചന പുസ്തകത്തിൽ സെൻഹെരീബിന്റെ മരണം ഏകദേശം BC 680 രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ തീർച്ചയായും 60 വർഷത്തെ ദീർഘകാല ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഏകദേശം BC 681 വരെ താൻ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യം അനുസരിച്ച് ദുഷ്ടനായിരുന്ന മനശ്ശെയുടെ ഭരണകാലത്താണ് യെശയ്യാവ് രക്തസാക്ഷിയായി മരിക്കുന്നത്. കിട്ടിയല്ലോ? അപ്പോ 740 മുതൽ 681 വരെയുള്ള സുദീർഘമായ കാലഘട്ടത്തിൽ ദൈവത്തിന് ശബ്ദമായി നിന്ന ഒരു മനുഷ്യനായിരുന്നു യെശയ്യാവ്. പാർക്കാൻ കൊട്ടാരമുണ്ടായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് താൻ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ് നിൽക്കുവാൻ തുടങ്ങുന്നതായി നമുക്ക് ഈ പ്രവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. അടുത്തതാണ് പശ്ചാത്തലം. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അടുത്തത് പശ്ചാത്തലവും വിഷയമാണ്. പശ്ചാത്തലവും വിഷയവും. ഈ പുസ്തകത്തിന് മുഖ്യ വിഷയം യെശയ്യാവ് എന്ന പേരിന്റെ അർത്ഥത്തിൽ തന്നെ ഉണ്ട്. രക്ഷ യഹോവയിൽ നിന്നാകുന്നു എന്നതാണ് ഈ പേരിന്റെ അർത്ഥം. ഈ പുസ്തകത്തിന് മുഖ്യ വിഷയവും അത് തന്നെയാണ്, രക്ഷ എന്നുള്ളതാണ്. ഈ പ്രവചന പുസ്തകത്തിൽ 26 പ്രാവശ്യം രക്ഷ എന്ന പദം കാണുമ്പോൾ മറ്റുള്ള പ്രവചന പുസ്തകങ്ങളിൽ എല്ലാം കൂടി 7 പ്രാവശ്യമാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യന് വരുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ടിക്കിട്ടോണം ആ ഭാഗമൊക്കെ. അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഇരുത്തി പഠിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കണം. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ
മനുഷ്യരോടുള്ള ബന്ധത്തിൽ രക്ഷയുടെ വലിയ ആവശ്യകത വിവരിക്കുമ്പോൾ 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിന് ശ്രേഷ്ഠമായ രക്ഷാദാനത്തെ കുറിച്ചാണ് പറയുന്നത്. ദുഷ്ടതയ്ക്കനുസരിച്ച് ദൈവം തങ്ങളെ ശിക്ഷിക്കുമെന്നിരുന്നാലും കാരുണ്യവാനായ ദൈവം താൻ ഒരു നാൾ യഹൂദനും ജാതികൾക്കും വേണ്ടി ഒരു രക്ഷകനെ നൽകുമെന്ന് യെശയ്യാവ് ഇസ്രായേലിന് വേണ്ടി മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രപരമായി നോക്കുമ്പോൾ ചെറിയതായ ഇസ്രായേലിനെ ഇരുവശങ്ങളിൽ നിന്നും നിരന്തരം പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്ന വലിയ ശക്തികളായിരുന്നു മുന്നേറ്റ ശക്തിയായ വടക്കുള്ള അശ്ശൂരും തെക്കുള്ള മിസ്രൈമും. 200 വർഷങ്ങൾക്ക് ശേഷം വലിയ ശക്തിയായി തീരുന്ന ബാബിലോണിനെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പ്രവാചകൻ യെശയ്യാവ് ആത്മാവിൽ ദർശിക്കുന്നുണ്ട്. ഇത്രയുമാണ് പശ്ചാത്തലവും വിഷയമെന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ പ്രധാനമായി എഴുതിയ ഒരു പോയിന്റ് ആയിരുന്നു ആരായിരിക്കണം പ്രവാചകൻ. ഒന്ന്, ആരായിരിക്കണം പ്രവാചകൻ? വലിയ XUV ഉള്ള ആളായിരിക്കണോ പ്രവാചകൻ? അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? 2 നില വീടുള്ള വലിയ ആപ്പിളിന്റെ ഫോൺ കയ്യിലുള്ള ആണോ? അല്ല. കർത്താവ് പറഞ്ഞ ഒന്നാമത്തത് പ്രവാചക പുസ്തകം 6-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്കിൽ നമുക്ക് പഠിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ അധികാരമുള്ളവനായിരിക്കണം പ്രവാചകൻ. മറ്റൊരാൾക്ക് വേണ്ടി ആരായിരിക്കണം പ്രവാചകൻ? ഇത് നിങ്ങളുടെ എക്സാമിന്റെ ഒരു ചോദ്യമാണ്. ആരായിരിക്കണം പ്രവാചകൻ? അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതുന്നത് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ അധികാരം ഉള്ളവനാണ് പ്രവാചകൻ. 2, ഒരു പ്രവാചകൻ ഓർ പ്രവാചകിയുടെ സന്ദേശം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചതായിരിക്കും. സന്ദേശം എവിടുന്ന് കിട്ടുന്നതായിരിക്കണം? സഭയിലെ കമ്മിറ്റിക്കാരിൽ നിന്നോ അല്ലെങ്കിൽ തന്നെ വിളിച്ചിരിക്കുന്ന ആ സ്പോൺസർ ചെയ്തിരിക്കുന്ന അച്ചായനിൽ നിന്നും അല്ല കിട്ടേണ്ടുന്നത്. പിന്നെ എവിടുന്ന് കിട്ടണം? ദൈവത്തിൽ നിന്ന് കിട്ടണം. എന്റെ സഭയില്, എന്റെ മാതൃസഭയില് ഒരു 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. എന്റെ മാതൃസഭയുടെ സ്വഭാവം അവരെല്ലാം ഉള്ളതിൽ നിന്ന് ആത്മാർത്ഥമായ ദശാംശം കൊടുക്കുന്നു. അപ്പൊ ഈ വന്ന വ്യക്തി 2ാമത്തെ സെഷനിൽ ദശാംശത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ഇത്ര ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്രവചിക്കാൻ തുടങ്ങി. ലാസ്റ്റിൽ പ്രവചനം മൊത്തം തെറ്റി. സഭക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അന്ന് പകൽ വിശ്രമിക്കാൻ പോയ വീട്ടിലെ അച്ഛൻ കുറെ കണക്കുകൾ പറഞ്ഞു കൊടുത്തു. ഇതിവിടെ പ്രവചിക്കണം, ദൂത് പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചറിയാമോ? എന്റെ അറിവിൽ ഈ വർഷം വരെ പിന്നെ ആ ദൈവദാസൻ അവിടെ പ്രവചിക്കാൻ വന്നിട്ടില്ല, കയറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ദൈവാത്മാവ് ലഭിക്കുമ്പോൾ, ദൈവാലോചന ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രവചിക്കുന്നത് ദൈവത്തിങ്കൽ നിന്ന്. ഒരു പ്രവാചകനോ പ്രവാചിക്കയോ എവിടെ നിന്ന് സന്ദേശം നേരിട്ട് ലഭിക്കണം? ദൈവത്തിൽ നിന്ന് സന്ദേശം ലഭിക്കണം. കേട്ടോ? 2ാമത്തെ പോയിന്റ്, പ്രവാചകൻ ഓർ പ്രവാചകിയുടെ സന്ദേശം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാകണം. അതിന് തെളിവെന്താണ്? സംഖ്യാപുസ്തകം 12-ാം അധ്യായം 12-ന്റെ 1, 2, 6 വാക്യങ്ങളാണ് അതിനുള്ള തെളിവ്. 3, പ്രവാചകന്റെ സന്ദേശം ആധികാരികമായിരിക്കണം. ഊഹാപോഹങ്ങളാകാൻ പാടില്ല. അധികാരത്തോടെ അഭിഷേകത്തോടെ പറയുന്നതായിരിക്കണം. ചിലപ്പോൾ നടക്കുമായിരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിലല്ല. ചില സഹോദരിമാരൊക്കെ പ്രഗ്നന്റ് ആകുമ്പോൾ ചിലർ പ്രവചിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നാൽ കൃത്യമായി ദൈവത്തിൽ അരുളപ്പാട് പറയുന്നവരെയും ആലോചന പറയുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോ 1, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ അധികാരമുള്ളവനായിരിക്കണം. 2, ഒരു പ്രവാചകൻ ഓർ പ്രവാചകയുടെ സന്ദേശം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാകണം. 3, പ്രവാചകന്റെ സന്ദേശം ആധികാരികമായിരിക്കും. 4, പ്രവാചകന്റെ സന്ദേശം മുൻപുള്ള വെളിപ്പാടുമായി പൊരുത്തപ്പെടണം. കണ്ടോ? പകലും രാത്രിയും 2 പാസ്റ്റർമാർ പ്രസംഗിച്ചു. രണ്ടും 2 രീതിയിൽ കടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ദൈവാത്മാവാണ് കൃത്യമായിട്ട് പറയുന്നതെങ്കിൽ പരസ്പരം ഷെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പകല് പ്രസംഗിച്ച അതേ ദൂതിന്റെ ബാക്കിയാണ് നമ്മൾ കേൾക്കുന്നത്. ആ പകല് കേട്ട അതേ ആലോചനയുടെ ബാക്കിയാണ് നമ്മൾ കേൾക്കുന്നത്. ദൈവാത്മാവ് അങ്ങനെ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടില്ലേ? ഇവര് തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും കാണത്തില്ല, പക്ഷെ
സ്റ്റേജിൽ കയറി അവർ ശുശ്രൂഷിക്കുമ്പോ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതിന് തുടർമാനമായി പറയുന്നെങ്കിൽ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായി. അപ്പോ നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നത് പ്രവാചകന്റെ സന്ദേശം മുമ്പുള്ള വെളിപ്പാടുമായിട്ട് പൊരുത്തപ്പെടണം. ആവർത്തന പുസ്തകം 13:1 മുതൽ 5. അടുത്തത് അഞ്ചാമത്തത്, പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിക്കും. നമ്മുടെ സ്വയമായി ഒന്നും പറയാൻ പാടില്ല, കർത്താവിന്റെ നാമത്തിൽ വേണം പ്രവചിക്കാൻ കേട്ടോ. അടുത്തത് ആറാമത്തെ വാക്ക്, പ്രവാചകന്റെ സന്ദേശം ആധികാരികമായ അടയാളങ്ങളോടുകൂടിയായിരിക്കും. 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോ ആരായിരിക്കണം പ്രവാചകൻ എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? ഒന്ന്, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ അധികാരമുള്ളവനായിരിക്കണം. 2, ഒരു പ്രവാചകൻ ഓർ പ്രവാചകിയുടെ സന്ദേശം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചിരിക്കണം. 3, പ്രവാചകൻ സന്ദേശം മുമ്പുള്ള വെളിപ്പാടുമായി പൊരുത്തപ്പെടണം. 4, പ്രവാചക സന്ദേശം ആധികാരികമായിരിക്കണം. 5, പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിക്കണം. 6, പ്രവാചകന്റെ സന്ദേശം ആധികാരികമായ അടയാളങ്ങളോടുകൂടിയായിരിക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന പ്രവചനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലതേത് തീയതേത് എന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇനി യെശയ്യാ പ്രവാചകനെ മറ്റുള്ള പ്രവചനത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അടുത്ത ഘടകമാണ് ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ. ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചു, ഈ പ്രവാചകനെ വിളിക്കുന്ന പേര് മശിഹൈക പ്രവാചകൻ എന്ന, അല്ലേ? മശിഹൈക. അപ്പൊ ക്രിസ്തുവിനെ പറ്റി, മശിഹയെ പറ്റി പല കാര്യങ്ങൾ, പല പ്രവചനങ്ങൾ താൻ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം, ക്രിസ്തു സമാധാനത്തിന്റെ പ്രഭു. കിട്ടിയോ? 9:6. അപ്പൊ മശിഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങൾ, ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളിൽ ഒന്ന്, ക്രിസ്തു സമാധാന പ്രഭുവാണ്. 2, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, അടക്കം എന്നിവ യെശയ്യാവിന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, അടക്കം എന്നിവ യെശയ്യാവിന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1:7-14 കന്യകാ ജനനം. 11:1 മശിഹയുടെ കുടുംബം. 11:2 അഭിഷേകം. 11:3-4 സ്വഭാവ സവിശേഷത. 7:15 ജീവിത ലാളിത്യം. 9:1-2 യോർദാൻ അക്കരെയുള്ള ഗലീല പ്രദേശത്തെ ശുശ്രൂഷ. 9:6-7 ദൈവത്വവും നിത്യ ആധിപത്യവും. 42:1 മുതൽ 3 വരെ ക്രിസ്തുവിന്റെ സൗമ്യത. 53-ാം അധ്യായം ക്രിസ്തുവിന്റെ കഷ്ടത. 53:9 ദുഷ്ടന്മാരോടുകൂടെ മരിക്കുമെന്ന പ്രസ്താവന. 53:9 തന്നെ സമ്പന്നന്മാരോടുകൂടെ അടക്കപ്പെടും എന്നുള്ള തിരുവെഴുത്ത്. 53:10 ഉയർത്തെഴുന്നേൽപ്പ്. 11:3 മുതൽ 6 വരെ, 42:3, 4, 7, 32:1 മുതൽ 8 വരെ മഹത്വപൂർണമായ ഭരണം. ഇങ്ങനെ 13 വിധ വാക്കുകൾ, അരുളപ്പാടുകൾ മശിഹയെ കുറിച്ച് പ്രവാചകൻ നടത്തുന്നുണ്ട്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന 10 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. PSCക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. മറന്നു പോകരുത്. ഈ സാറ് പറയാത്തടത്ത് ചോദിച്ചു എന്ന് പറയരുത്. മറ്റേ വേലക്കാരനെ ഒരുത്തിനമ്മ കിട്ടിയപ്പോ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്തിനാടാ ബാക്കി എന്താ വെച്ചാൽ നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്ത എന്ന് യജമാനൻ എന്ന് ആ വേലക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് ഷായ് സാറിനോട്. ആ സാറ് പഠിപ്പിച്ചെടുത്തുനിന്നാണ് ചോദിച്ചതെന്ന് പറയരുത്. ഞാൻ ചോദിക്കുന്നതെല്ലാം പഠിപ്പിച്ചെടുത്തെന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് യെശയ്യാവ് 52:3 മുതൽ 53:12 വരെയുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ 5 തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കാണാം. കണ്ടോ? ടൈറ്റിൽ കണ്ടോ? 5 വിധത്തിലുള്ള രക്ഷാപ്രവർത്തനം. 1, ക്രിസ്തുവിന്റെ സ്വമേച്ഛയാ യാഗം. 52:13. ഓക്കെ,
അടുത്തത് 53:1 മുതൽ 3 വരെ ക്രിസ്തുവിന്റെ നിഷ്കളങ്ക സ്വഭാവം. 3, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. ഇത് സമാധാനയാഗമാണ്. സമാധാനയാഗം. 4, നമ്മുടെ അകൃത്യങ്ങൾക്ക് പകരം വില കൊടുത്തു. ഇത് പാപപരിഹാര യാഗത്തെ കാണിക്കും. 5, ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇത് അകൃത്യയാഗത്തെ കാണിക്കും. കണ്ടോ? ഇനി ക്രിസ്തുവിനെ പറ്റിയുള്ള അടുത്ത പരാമർശം എന്തായിരുന്നു? യെശയ്യാവ് 28:16 യേശു ക്രിസ്തു എന്ന മൂലക്കല്ല്. കണ്ടോ? ഇനി അടുത്തത് യെശയ്യാവ് 32:1 മുതൽ 2 വരെ 1ഉം 2ഉം തണലായ വൻ പാറ അല്ലെങ്കിൽ പാറയായ ക്രിസ്തു. യെശയ്യാവ് 42:1 എന്റെ ദാസൻ, ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത യെശയ്യാവ് 42:1 സകല സ്തുതികൾക്കും യോഗ്യനായ ക്രിസ്തു. 49:6 വെളിച്ചമായ ക്രിസ്തു. 50:6 പീഡിപ്പിക്കപ്പെട്ട ക്രിസ്തു. 61:10 രക്ഷകനായ ക്രിസ്തു. 66:12 നീതിയും സമാധാനവും ആശ്വാസവും നൽകുന്ന ക്രിസ്തു. ഇങ്ങനെ ക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ അനേകമാണ് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ യെശയ്യാവിൽ എന്തൊക്കെയാണ്? പിന്നുള്ളത് ഉള്ളടക്കമാണ്. ഉള്ളടക്കം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാനത് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ലാബാന്റെ മുഖഭാവം മാറിയതുപോലെ നിങ്ങളുടെ മുഖഭാവം മാറും, അല്ലയോ? പക്ഷേ MDiന് ഞങ്ങൾ ഇത് കാണാതെ പഠിച്ചെഴുതേണ്ടി വന്നു. അത് മലയാളത്തിലല്ല, ഇംഗ്ലീഷ്. അപ്പൊ ഞങ്ങൾ അനുഭവിച്ച ആ പീഡ നിങ്ങളൊക്കെ ഒന്ന് ഓർത്തോണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ പഠിപ്പിച്ചത് KO തോമസ് സാറാണ്. മലയാളത്തിൽ ആദ്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഒരുവിധം രക്ഷപ്പെട്ടു. രണ്ടാമത് ഇംഗ്ലീഷിൽ വന്നപ്പോഴത്തേക്കൊക്കെ നോട്ട്സ് ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഉള്ളടക്കം ഇതാണ് കേട്ടോ. അപ്പം അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കണം. അത് നിങ്ങളുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ യെശയ്യാവിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്രയാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ പ്രവചന ഗ്രന്ഥമായ യിരെമ്യാ. യിരെമ്യാവ് നമ്മൾ ആദ്യം എഴുതിയത് കാനോനിലെ സ്ഥാനമെന്നാണ്. കാനോനിലെ സ്ഥാനം, കാനോൻ അതൊരു അളവുകോലാണ്. ഈ കനോൻ എന്ന് എഴുതരുത്, കനാനും അല്ല, കാനോൻ എന്ന് പറയുന്ന ഒരു അളവുകോലാണ്. ഈ സെപ്റ്റുവജന്റ് വിവർത്തകർ ബൈബിളിന്റെ പുസ്തകങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചപ്പോൾ അതിന് കൊടുത്ത ചില അളവുകോലാണ്. ഓക്കെ, കരയുന്ന പ്രവാചകൻ എന്നുള്ള പേര് യിരെമ്യാവിനെ സംബന്ധിച്ചോളം തികച്ചും അന്വർത്ഥമാണ്. കണ്ടോ, നോട്ട്സിൽ കണ്ടോ, കരയുന്ന പ്രവാചകൻ. അപ്പോ ചോദ്യം വരാം, കരയുന്ന പ്രവാചകൻ ആരാണ്? എല്ലാ പ്രവാചകന്മാരും കരയും സാറേന്നല്ല, കണ്ണുനീരിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ കരയുന്ന പ്രവാചകൻ എന്നാണ് യിരെമ്യാവിനെ അറിയപ്പെടുന്നത്. തന്റെ എഴുത്തുകളുടെ ശൈലി അതാണ്. അതും തന്റെ കരച്ചിലിന്റെ കാരണവും ഓർത്താൽ തന്നെ തന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയും. സ്വഭാവം കൊണ്ട് ഏകാന്തത അവലംബിക്കുന്നവനും തൊട്ടാവാടിയുമായിരുന്നു ഈ പ്രവാചകൻ. എന്നിരുന്നാലും തന്റെ കാലത്ത് നിലവിലിരുന്ന സ്വമതത്യാഗത്തെ നിശ്ചിതമായി എതിർക്കുന്നതിനായി ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു യിരെമ്യാവ്. ഓക്കെ, അതാണ് കാനോനിലെ ഇതിനുള്ള സ്ഥാനം. കരയുന്ന പ്രവാചകൻ ആരായിരുന്നു? യിരെമ്യാവ്, കണ്ണുനീരിന്. ഇനി നമ്മൾ രണ്ടാമത് എഴുതിയത് ഗ്രന്ഥകർത്തൃത്വമാണ്. ഗ്രന്ഥകർത്തൃത്വം. ഈ പ്രവചന പുസ്തകം
യിരെമ്യാവിനാൽ രചിക്കപ്പെട്ടതാണ്. തന്റെ പേരിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, യഹോവ ചുഴറ്റിയെറിയുന്നു എന്ന് അർത്ഥം വന്നിട്ടുണ്ട്. രണ്ട്, യഹോവ സ്ഥാപിക്കുന്നു എന്നർത്ഥം വന്നിട്ടുണ്ട്. മൂന്ന്, യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ എന്നർത്ഥവും വന്നിട്ടുണ്ട്. ഇത് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഗൂഗിളിൽ നിങ്ങളുടെ പേരിന്റെ അർത്ഥം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് സൈഡ് നോട്ട് വെച്ചിട്ടുണ്ട്, മറക്കാതിരിക്കും. ഓക്കെ, അപ്പൊ യിരെമ്യാവ് എന്ന പേരിന് പല അർത്ഥങ്ങളുണ്ട്. യഹോവ ചുഴറ്റിയെറിയുന്നു എന്നർത്ഥമുണ്ട്, യഹോവ സ്ഥാപിക്കുന്നു എന്നർത്ഥമുണ്ട്, യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ എന്നർത്ഥവും ഉണ്ട്. അനാഥോത്തിലെ പുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായിരുന്നു ഈ പ്രവാചകൻ. യെരൂശലേമിൽ നിന്ന് കഷ്ടിച്ച് 3 മൈൽ ദൂരത്തായി ബെന്യാമീന്റെ ഭൂപ്രദേശത്തിലെ ഒരു പട്ടണമായിരുന്നു അനാഥോത്ത്. യിരെമ്യാവ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തതിന് യാതൊരുവിധമാകുന്ന തെളിവുകളും നമ്മുടെ കയ്യിൽ ഇല്ല. ഇനി എഴുതിയ കാലം. ഏകദേശം BC 627 യിരെമ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. സിദെക്കീയാവിന്റെ 11-ാം ആണ്ട് വരെ നീണ്ടു നിന്ന സുദീർഘമായ ശുശ്രൂഷയായിരുന്നു യിരെമ്യാവിൻ്റെത്. യഹൂദയുടെ അവസാന 40 വർഷങ്ങളായിരുന്നു താൻ പ്രവചിച്ചിരുന്നത്. യഹൂദന്മാർ ബാബേലിലേക്ക് നാടുകടത്തപ്പെടുകയും യെരൂശലേം അധഃപതിക്കുകയും ചെയ്തത് തന്റെ കാലത്താണ്. യെരൂശലേമിന്റെ തകർച്ചയ്ക്ക് ശേഷം താൻ ഗവർണറായ ഗെദല്യാവിന്റെ സംരക്ഷണത്തിലായിരുന്നു. ഗെദല്യാവിന്റെ മരണശേഷം പ്രവാചകൻ ചില യഹൂദന്മാരോടൊപ്പം മിസ്രൈമിലേക്ക് പോവുകയും അവിടെ വെച്ച് മരിച്ചു എന്നുമാണ് നമ്മൾ വിശ്വസിച്ചപ്പോൾ. പിന്നെയുള്ളത് ഇതിന്റെ പശ്ചാത്തലവും വിഷയവുമാണ്. ഈ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ഈ 4 പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം, ഒരടുക്ക് ചിട്ടയോടൊന്നും അല്ല ഇതിനകത്ത് പ്രവചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഒരടുക്കും ചിട്ടയില്ല, കുറെ എഴുത്തുകൾ ചേർത്ത് വച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് യിരെമ്യാ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ ഒരു ഓർഡറോ കൃത്യമായ ഒരു സ്ട്രക്ചർ ഇല്ലാത്ത രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിലെ വടക്കേ രാജ്യം അശൂരിന്റെ കയ്യിൽപ്പെട്ട ശേഷമാണ് യിരെമ്യാവ് യഹൂദയിൽ തന്നെ ശുശ്രൂഷ ആരംഭിച്ചത്. പക്ഷേ യഹൂദ രാജ്യത്വം അവസാനിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നില്ല അത്. തന്റെ പ്രവചന കാലഘട്ടത്തിൽ അശൂര്, ബാബിലോൺ, മിസ്രൈം എന്നിങ്ങനെ 3 വശങ്ങളിൽ നിന്നുള്ള ശക്തികളായിരുന്നു യഹൂദയെ വിഷമിപ്പിച്ചിരുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങളുടെ നോട്ട്സിനകത്ത് പ്രിന്റഡ് നോട്ട്സിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പരീക്ഷയ്ക്ക് വരുന്നത് പേരിന്റെ അർത്ഥം നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഗ്രന്ഥകർത്തൃത്വം എന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഴുതിയ കാലം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് മുഖവരിയാണ്, ഉള്ളടക്കം വളരെ വിശാലമായ ഉള്ളടക്കമാണ്. അതിനകത്ത് 18-ാം അധ്യായം നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. യിരെമ്യാ പ്രവാചന പുസ്തകം 18-ാം അധ്യായം എന്തായിരുന്നു? കുശവന്റെ വീട്ടിലെ പ്രവചനവും ആ പ്രവചനം എന്തായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് നമുക്ക് യിരെമ്യാവിൽ നിന്ന് ചിന്തിക്കാനുള്ളത്. പിന്നെയുള്ളത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകമാണ്. യെഹെസ്കേൽ പ്രവാചകൻ 8:35 ആകുന്നു. വേഗത്തിൽ മുൻപോട്ട് പോകാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, അതിനകത്ത് കാനോനിലെ സ്ഥാനം എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ യെഹെസ്കേലിനെ ഒരു ബൈബിൾ കഥാപാത്രമായി അറിയപ്പെടുവാൻ കാരണമായ പ്രസിദ്ധമായ ആധ്യാത്മികങ്ങളുമായ യെഹെസ്കേൽ കണ്ട ചക്രം, ഉണങ്ങിയ അസ്ഥികൾ എന്നിവയാണ്. യെഹെസ്കേൽ എന്ന പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു പ്രവചനമാണ് താൻ കണ്ട ചക്രത്തിന്റെ ദർശനവും ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയും, അല്ലെ? അതാണ് ഇതിനകത്ത് കാനോനിക സ്ഥാനം, തുല്യമായ സ്ഥാനം അവിടെ ലഭിച്ചിരിക്കുന്ന പ്രധാനമായ 2 പ്രവചനങ്ങൾ.
ഈ യെഹെസ്കേലിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകത താൻ ന്യായവിധിക്കല്ല, മറിച്ച് ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. അതിന്റെ കാനൂനിക സ്ഥാനത്തിനകത്ത് 2-ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തത് താൻ ന്യായവിധിയെ കുറിച്ചല്ല, മറിച്ച് ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോ അത് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ ശുശ്രൂഷയിൽ എന്താണ് താൻ പ്രാധാന്യം കൊടുത്തിരുന്നത്? ചിലർ പണത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നു, ചിലർക്ക് വീടിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നു. എൻ്റെ ഒരു കൂട്ടുകാരന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിച്ചത്, ഈ ശുശ്രൂഷയ്ക്ക്, ഈ പ്രവചന ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ആദ്യം പറഞ്ഞ വാക്കിയാണ്, സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടും, അതുകൊണ്ട് ഞാൻ പാസ്റ്റർ ആകാൻ ഇറങ്ങി, പ്രവചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയെന്ന. പലർക്കും പല രീതിയിലാണ് അവരുടെ ശുശ്രൂഷയുടെ മെത്തേഡ്. ചിലർക്ക് വണ്ടി വാങ്ങണം, ചിലർക്ക് വലിയ വീട് വയ്ക്കണം, ചിലർക്ക് അമേരിക്കയിൽ പോകണം. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അമേരിക്കയിലൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എന്തായി കഴിഞ്ഞാൽ, പ്രവാചകനായി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്നവരുണ്ട്. പക്ഷെ അവരുടെ കൂട്ടായിരുന്നില്ല യെഹെസ്കേല്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ രീതി എന്നത് ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്നതിനായി. പക്ഷെ യെശയ്യാവും യിരെമ്യാവും ദാനിയേലൊക്കെ ആയിരുന്നെങ്കിലോ ന്യായവിധിയെ കുറിച്ചായിരുന്നു, അല്ലെ? ഇസ്രായേൽ ജനത്തിന്റെ ന്യായവിധിയെ കുറിച്ച്, പിന്നെ യഹൂദയുടെ ന്യായവിധിയെ കുറിച്ചൊക്കെയാണ് അവര് പറഞ്ഞിരുന്നത്. പക്ഷെ യെഹെസ്കേൽ പ്രവാചകൻ പ്രധാനമായും പ്രാധാന്യം കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പുരാതന തടങ്കൽ പാളയം, ബാബേലിന് സമീപമുള്ള ഒരു പുരാതന തടങ്കൽ പാളയമായിരിക്കാൻ സാധ്യതയുള്ള കെബാർ നദീതീരത്തിൽ നിന്നാണ് ഈ പ്രവചനങ്ങൾ യെഹെസ്കേൽ എഴുതുന്നത്. അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബാബേലിന് സമീപമുള്ള ഒരു തടങ്കൽ പാളയമായിരിക്കാൻ സാധ്യതയുള്ള കെബാർ നദീതീരത്തിൽ നിന്നാണ് യെഹെസ്കേൽ ഈ പ്രവചനം എഴുതുന്നത്. അപ്പൊ ചോദ്യം എങ്ങനെയായിരിക്കും? യെഹെസ്കേൽ പ്രവാചകൻ താൻ പ്രവചനങ്ങൾ എഴുതിയത് എവിടെ വെച്ചായി? അപ്പൊ നമ്മൾ എന്ത് ഉത്തരം എഴുതും? പുള്ളിക്ക് ഇരിക്കാൻ സ്ഥലം പറ്റിയെടുത്ത് എഴുതിയതാണോ? അങ്ങനൊന്നും ഉത്തരവൊന്നും എഴുതരുത്. നിങ്ങൾ എഴുതേണ്ടുന്നത് ബാബേലിന് സമയമുള്ള ഒരു പുരാതന തടങ്കൽ പാളയമായിരിക്കാൻ സാധ്യതയുള്ള കെബാർ നദീ തീരത്ത് വെച്ചാണ് പ്രവാചകൻ, യെഹെസ്കേൽ പ്രവാചകൻ ഈ പ്രവചനം എഴുതിയത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഗ്രന്ഥ കർത്തൃത്വമാണ്. യെരൂശലേം നശിപ്പിക്കപ്പെടുന്നതിന് 11 വർഷങ്ങൾക്ക് മുൻപ് പ്രവാസികളാക്കപ്പെട്ട 2-ാമത്തെ വിഭാഗത്തോടൊപ്പം ബാബേലിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ ഒരുവനായിരുന്നു യെഹെസ്കേൽ. കണ്ടോ? യഹോവ ബലപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ടവൻ എന്നാണ് യെഹെസ്കേൽ എന്ന പേരിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം, യഹോവ ബലപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ടവൻ എന്നാണ് യെഹെസ്കേൽ എന്ന പേരിന്റെ അർത്ഥം. അത് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. 1920 വരെ യെഹെസ്കേലിന്റെ പ്രവചനങ്ങൾ യുക്തിവാദ വിമർശനങ്ങളുടേതായ കത്രികയിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു. ചില നവീകരണവാദികൾ ഈ പുസ്തകത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 2022, 23, 24, 25 ഈ വർഷങ്ങളിലൊക്കെ ചില വേദപണ്ഡിതാക്കൾ എന്ന് പേരെടുക്കപ്പെട്ടവർ എഴുന്നേറ്റിട്ട് യെഹെസ്കേൽ പ്രവചന പുസ്തകത്തെ മുഴുവൻ അവർ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ ദൈവത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതിനകത്ത് പ്രധാനമായി നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത് എഴുതിയ കാലം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് നോട്ട് ചെയ്യുക. യെഹെസ്കേൽ തന്നെ പ്രവചനങ്ങളുടെ കാലം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെഹോയാക്കീമിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിലാണ് തന്റെ 1-ാമത്തെ പ്രവചനം നടന്നത്. തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള തന്റെ അവസാനത്തെ പ്രവചനം നടന്നത് BC 571 അത് 29-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുറഞ്ഞപക്ഷം 22 സംവത്സരം 22 വർഷം താൻ ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു പുരോഹിതൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് 30-ാം വയസ്സിൽ ആയിരുന്നു എങ്കിൽ തന്റെ പ്രവചന ശുശ്രൂഷ അവസാനിച്ചപ്പോൾ തനിക്ക് 50 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്നിരിക്കണം. എഴുതിയ കാലഘട്ടം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രധാനമായി നമ്മുടെ നോട്ടിനകത്തുള്ളത് പശ്ചാത്തല വിഷയമാണ്. അത് ഒരിക്കലും
എക്സാമിന് വരാതിരിക്കത്തില്ല, വരും, എക്സാമിന് വരും കേട്ടോ. എഹെസ്കേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലവും വിഷയവും അതിനകത്ത് നമ്മൾ പഠിച്ചത്, ഒന്നാമതായി യഹൂദയുടെ പാപം വിവരിച്ച ശേഷം ആസന്നമായിരിക്കുന്ന പ്രവാസമാകുന്ന ദൈവിക ന്യായവിധിയും തലസ്ഥാന നഗരിയുടെ നാശവും സംബന്ധിച്ച് ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാമത്തേത്, ദൈവജനത്തോട് വളരെ ക്രൂരമായി പെരുമാറിയതിനും തങ്ങളുടെ വിഗ്രഹാരാധന നിമിത്തവും ശിക്ഷ വിധിക്കപ്പെടുന്ന യഹൂദയുടെ അയൽ രാജ്യങ്ങളുടെ കാര്യമാണ് വിവരിച്ചിരിക്കുന്നത്. എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഒടുവിലായി മൂന്നാമത് നമ്മൾ പഠിക്കുന്നത്, അവസാന ഭാഗത്ത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള, അതായത് യഹൂദയുടെയും ഇസ്രായേലിന്റെയും പുനരുദ്ധാരണവും പുനഃസമാഗമനവും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പരീക്ഷയ്ക്ക് വരും, 100% ഉറപ്പുള്ള കാര്യം. അത് കഴിഞ്ഞുള്ളത് ഉള്ളടക്കമാണ്. ഉള്ളടക്കം മറ്റുള്ള പുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ വളരെ വിശാലമായിട്ട് ഉണ്ട്. നിങ്ങളത് കാണാതെ പഠിക്കണം, വേണ്ടേ? പിന്നെയുള്ളത് ദാനിയേൽ പ്രവചനമാണ്. അവസാനത്തെ പുസ്തകം നമ്മൾ പഠിച്ച ദാനിയേൽ പ്രവചനം, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് പഠിച്ചതൊക്കെ, എഴുതിയ കാലഘട്ടം, വിഷയവും പശ്ചാത്തലവും. ഒപ്പം തന്നെ നമ്മൾ പഠിച്ച ഈ ബാബേൽ രാജ്യത്തെ കുറിച്ച് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബാബേൽ സംസ്ഥാനത്തെ കുറിച്ച്, രാജ്യത്തിന്റെ കോട്ടയെ കുറിച്ചും പിന്നെന്താ അതിന്റെ തെരുവീതികളെ കുറിച്ച് നമ്മൾ 2 തവണ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അത് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ബാബേൽ നഗരത്തെ പറ്റി വിവരിക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചോദ്യങ്ങളുടെ ഏകദേശ ധാരണയൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ബാബേൽ പട്ടണം, അതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അവസാനമായി വിശദീകരിച്ച് എഴുതാൻ വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായി ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കാടടച്ച് പഠിച്ച് നിങ്ങൾ ടെൻഷൻ ഉണ്ടാക്കണ്ട. ഞാൻ ഇന്ന് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്ന് ഒരു ആവറേജ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് നല്ല മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഉള്ളടക്കം ഒന്നും കാണാതെ പഠിക്കണം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കീറിക്കളയരുത്. അത് പഠിക്കണം, അത് ഓർമ്മയിൽ വെക്കണം. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞ പോയിന്റ് ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എ പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ വാചകത്തിൽ 2-3 വാചകത്തിൽ എഴുതാനുള്ളതുണ്ട്, വിശദീകരിച്ച് എഴുതാനുള്ളതുണ്ട്. അപ്പോൾ അത് 3ഉം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ സബ്ജക്റ്റിനെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് പഠിച്ചാൽ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഇന്നലകളിൽ